പാപ്പച്ചി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് വരാമേ. Dzień dobry guys. അപ്പം നമുക്ക് നമ്മുടെ ഇദ്രക്കുട്ടനായിട്ട് ഒരു ഷോപ്പിങ്ങിന് പോയാലോ. സാധാരണ വീക്കെൻഡ്സ് ആർ ഫോർ ഷോപ്പിംഗ്. ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണ് പോകാറുള്ളത്. ബട്ട് ദിസ് ടൈം കുറച്ചും ഡിഫറെൻറ്റ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോകുന്നത്. ഇക്കാക്ക് ലാസ്റ്റ് ഒരു വീക്ക് കംപ്ലീറ്റ് ഹെക്ടിക് ആയിരുന്നുകൊണ്ട് തന്നെ ആളിനെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് ഏതോ ഒരു ഗെയിം കളിച്ച് തീർക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംടൈംസ് ഹി ഓൾസോ ഡിസേർവ്സ് എ മീ ടൈം അലോൺ. സോ ഞാനും ഇദ്രു നേരെ ഷോപ്പിങ്ങിനോട്ട് പോവാണ്. പിന്നെ വന്ന് ഇപ്പോൾ ഇദ്രുവാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഷോപ്പിംഗ് ബഡി. അവൻ എന്നെ പോലെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ரொம்ப ഇഷ്ടം. സോ നമ്മളിന്ന് വന്നിട്ടുള്ളത് പെപ്കോയിലാണ്. വേറെ ഒന്നിനുമല്ല, ഇദ്രുവിൻ്റെ ബെസ്റ്റ് ബഡിയായ റായൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ് ഇന്ന് വൈകിട്ട്. സോ അവന് കൊടുക്കാനുള്ള കുറച്ച് ഗിഫ്റ്റ് മേടിക്കാനും ഞങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ പൊന്നുമോൻ അവൻ്റെ സ്വന്തം ഷോപ്പിംഗ് തുടങ്ങി. എല്ലാം ഇപ്പോൾ സ്വന്തം ഇഷ്ടമാണ്, വലിയ പുള്ളിയായി. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ എടുത്തു. അവന് ആവശ്യമായിട്ടുള്ള കട്ട്ലറീസും പ്ലേറ്റും അവൻ സ്വന്തത്തിലെടുത്തു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ആ ഷോപ്പിംഗ് കാർട്ടിലോട്ട് നോക്കിയപ്പോൾ കുറേ ടോയ് കാർ. ഇതാർക്കാന്ന് ചോദിച്ചപ്പോൾ ഇതാ നോക്കൂ, ഒരു കള്ളച്ചിരി. എൻ്റെ ബെസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ആണ്, പക്ഷേ ചില സമയത്ത് ഇവനെയും കൊണ്ട് ഷോപ്പിങ്ങിന് വന്നാൽ ரொம்ப കോസ്റ്റ്ലി. നമുക്ക് പെട്ടെന്ന് തന്നെ ഗിഫ്റ്റ് മേടിക്കാം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ടോയ്സ് ഒക്കെ നോക്കി അവസാനം ഞങ്ങളുടെ ഈ കാണുന്ന റോബോട്ടാണ് ഫിക്സ് ചെയ്തത്. ഇനി പെട്ടെന്ന് തന്നെ ഞാൻ ഈ കടയിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ മിക്കവാറും ഈ കട ഞാൻ മുഴുവനോട് മേടിക്കേണ്ടി വരും. അവസാനം എൻ്റെ കൂടെ നല്ല കുട്ടിയായിട്ട് ഇരുന്നുകൊണ്ട് ഇതിന് നമ്മളൊരു പുതിയ പസിൽ മേടിച്ചെടുത്തിട്ടുണ്ട്. ഈ അടുത്തായിട്ട് അവന് പസിൽസ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഒരു നീണ്ട ബില്ലുമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിയാണ് ഇതാ ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ കുട്ടി ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു കപ്പ് കൈ തന്നിട്ട് നേരെ ഇതും കൊണ്ട് തൊട്ടടുത്തുള്ള ചാപ്കൈ പൊക്കോ, അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോഫി കിട്ടും. ഇതിപ്പോൾ ലാഭമായാലോ. ഞാനാണെങ്കിൽ ഷോപ്പിംഗ് ചെയ്ത് നല്ല ടയർഡായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള സാപ്ക ഒന്ന് റെനോവേറ്റ് ചെയ്തവർ ഇന്നാണ് റീഓപ്പൺ ചെയ്തത്. സോ അത് പ്രമാണിച്ചിട്ടാണ് ഇവിടെ ഫ്രീ കോഫി ഡ്രിങ്ക്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നല്ലൊരു കാപ്പച്ചീനോ മേടിച്ച് കുടിച്ച് ഞങ്ങളുടെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് ബർത്ത്ഡേ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.